CPM കോൺഗ്രസ് ഡീൽ വീഴ്ത്തിയത് VSന്റെ തുടർ ഭരണത്തെ. സ്വന്തം മുന്നണിക്ക് തുടർ ഭരണം ലഭിക്കാതിരിക്കാൻ CPMലെ ഒരു വിഭാഗം കോൺഗ്രസിനായി പണിയെടുത്ത ചരിത്രമാണ് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിലേതെന്ന വിമർശനവുമായി വലതുപക്ഷ മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ്. CPMൽ എല്ലാ കാലവും തുടരുന്ന ചതിയുടെ ഒരു ഭാഗം മാത്രമാണ് VS അച്യുതാനന്ദന് തുടർഭരണം നഷ്ടപ്പെടുത്തിയത്. CPMൽ VS പിണറായി പക്ഷങ്ങൾ തമ്മിൽ അതിശക്തമായ വിഭാഗീയ പോരാട്ടം തുടരുന്ന കാലയളവായിരുന്നു അത്. VS സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുന്നതിനേക്കാൾ തങ്ങൾക്ക് നല്ലത് UDF ഭരണമാണെന്ന് CPMലെ പ്രബല വിഭാഗം തീരുമാനിച്ചത് കൊണ്ട് മാത്രമാണ് ഉമ്മൻചാണ്ടി സർക്കാർ അന്ന് അധികാരത്തിലെത്തിയതെന്ന് പാർട്ടി സഖാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. VSന് തുടർഭരണം നഷ്ടമാക്കിയത് ആരാണെന്ന ചോദ്യം പാർട്ടിയിൽ അന്ന് ഉയർന്നെങ്കിലും ഒരു അന്വേഷണവും ഉണ്ടായില്ല. 2011 അച്യുതാനന്ദൻ സർക്കാരിന് തുടർഭരണം നഷ്ടമായത് കപ്പിനും ചുണ്ടിനും ഇടയിലായിരുന്നു. കേവല ഭൂരിപക്ഷത്തിന് 3 സീറ്റുകൾ മാത്രമാണ് ഇടതുമുന്നണിക്ക് കുറവുണ്ടായിരുന്നത്. UDFന് 72 സീറ്റും LDFന് 68 സീറ്റുകളുമാണ് ലഭിച്ചത്. VSന് 2006ലും 2011ലും സീറ്റ് നിഷേധിക്കാൻ പരമാവധി പരിശ്രമിച്ച CPMലെ ഔദ്യോഗിക വിഭാഗമാണ് സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം കടുംവെട്ട് നടത്തി VSന് രണ്ടാം ഊഴം നിഷേധിച്ചതെന്ന ആക്ഷേപം ശക്തമാണ്. 2006ൽ VSന് സീറ്റ് നിഷേധിച്ചപ്പോൾ അണികൾ തെരുവിലിറങ്ങിയാണ് പാർട്ടി നേതൃത്വത്തെ തിരുത്തിയത്. തുടർന്ന് മുഖ്യമന്ത്രിയായ ശേഷവും പാർട്ടി ഔദ്യോഗിക വിഭാഗവും പാർട്ടി സെക്രട്ടറിയുമായിരുന്ന പിണറായി വിജയനും ചേർന്ന് VSനെ വരിഞ്ഞു മുറുക്കി. മൂന്നാർ ഓപ്പറേഷൻ അടക്കമുള്ള പദ്ധതികൾ പലതും പാർട്ടി ഇടപെടലിൽ അട്ടിമറിക്കപ്പെട്ടു. പാർട്ടി ഒട്ടേറെ വിവാദങ്ങളിൽപ്പെട്ടെങ്കിലും VS അതിന് അതീതനായി നിന്നു. ഈ സാഹചര്യത്തിൽ 2011ലും സീറ്റ് അനുവദിക്കാൻ പാർട്ടി നിർബന്ധിതമായി. തുടർ ഭരണം ലഭിക്കുമെന്ന അവസ്ഥ സംജാതമായപ്പോൾ പാർട്ടിയിലെ ഒരു വിഭാഗം ബോധപൂർവം അട്ടിമറിക്കുകയായിരുന്നു. 2011 പാറശാല, പിറവം, മണലൂർ, അഴീക്കോട് എന്നിങ്ങനെ 4 സീറ്റുകളിൽ നിസ്സാര വോട്ടുകൾക്കാണ് ഇടതുപക്ഷം പരാജയപ്പെട്ടത്. സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചാരണത്തിലും CPM ഔദ്യോഗിക പക്ഷം ബോധപൂർവം വീഴ്ച വരുത്തുകയായിരുന്നു എന്ന് VS പക്ഷക്കാർ ചൂണ്ടിക്കാട്ടുന്നു. പിറവം മണ്ഡലത്തിൽ 187 വോട്ടിനാണ് CPMലെ MJ ജേക്കബ് മുൻ മന്ത്രി TM ജേക്കബിനോട് തോറ്റത്. തൃശൂരിലെ മണലൂരിൽ CPMലെ ബേബി ജോൺ കോൺഗ്രസിലെ PM മാധവനോട് തോറ്റത് 481 വോട്ടിനാണ്. അഴീക്കോട് M പ്രകാശൻ മാസ്റ്റർ ലീഗിലെ KM ഷാജിയോട് 493 വോട്ടിനും പാറശാലയിൽ ആനാവൂർ നഗപ്പൻ 505 വോട്ടിന് കോൺഗ്രസിലെ AT ജോർജിനോട് തോറ്റപ്പോൾ LDFന് തുടർഭരണം വീണുടഞ്ഞു. 10ഓളം സീറ്റുകളിൽ അട്ടിമറി നടന്നെന്ന് അക്കാലയളവിൽ VS പക്ഷക്കാർ പരാതിപ്പെട്ടിരുന്നു. SNC ലാവ്ലിൻ കേസിലടക്കം മുഖ്യമന്ത്രിയായിരുന്ന VS സ്വീകരിച്ച നിലപാടാണ് CPMലെ പ്രബല വിഭാഗത്തിന്റെ കടുത്ത ശത്രുതയ്ക്കിടയാക്കിയത്. തോൽവിയെക്കുറിച്ച് അന്വേഷിച്ച ജില്ലാ കമ്മിറ്റികൾ കണ്ടെത്തിയത് പരാജയത്തിന് കാരണം നോട്ട പിശകാണെന്നായിരുന്നു. എന്നാൽ ഈ നോട്ട പിശകിന് പിന്നിൽ ആരെന്ന് മാത്രം പാർട്ടി അന്വേഷിച്ചില്ല. സീറ്റുകൾ പലതും നഷ്ടമാക്കിയത് നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണെന്ന് വ്യക്തമാക്കി VS PBക്ക് കത്തയച്ചെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. 2021 അമ്പലപ്പുഴയിൽ ജയിച്ച സീറ്റിൽ പോലും നോട്ട പിശക് പറ്റിയെന്ന് ആരോപിച്ച് G സുധാകരനെതിരെ നടപടിയെടുത്ത സാഹചര്യത്തിലാണ് 2011 നേതൃത്വത്തിന്റെ മൗനം ദുരൂഹമാകുന്നത്.